ഹായ് കൂട്ടുകാരെ, മത്തൻ എരിശ്ശേരിയിൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളപ്പയർ നല്ലപോലെ വറുത്ത് കഴുകിയിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ വേവിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മത്തൻ കഷ്ണങ്ങൾ ഇതാ ചെറിയ രീതിയിൽ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് അറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇനി നമുക്ക് നമ്മുടെ ഇതാ വെള്ളപ്പയർ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 വിസിലാട്ടോ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അതിലോട്ട് മത്തനും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് ഒരു വിസിൽ വേവിക്കാനായിട്ട് വെക്കുക. സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ വെറും ഒരു വിസിൽ മാത്രമാണ് കേട്ടോ ഇതെല്ലാതും കൂടെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. മത്തനൊക്കെ ഒന്ന് നന്നായിട്ട് ഉടങ്ങി കിട്ടണം. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അപ്പോൾ നമുക്കിത് ഒരു പാനിലോട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളപ്പയർ മത്തൻ്റെ കൂട്ടുണ്ടല്ലോ അതിനെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.